നിങ്ങളുടെ മക്കളെ കയറ്റി നിർത്തിയാൽ നിങ്ങളുടെ മക്കളെ മഴ നനയാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം. ഈ വിളയൂർ പഞ്ചായത്തിൽ നിങ്ങളൊരു വലിയ കുട നിവർത്തിയാൽ ഈ പഞ്ചായത്തിന് മഴ കൊള്ളാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം. അതിനുള്ള പ്രതിജ്ഞയാണ് ഇവിടെ. അല്ലാതെ നാടിനെ മുഴുവൻ ലഹരി മുക്തമാക്കാമെന്നുള്ള ധൈര്യത്തിലൊന്നും നിങ്ങൾ ആരും ചെയ്യേണ്ട, പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങണ്ട. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ലോകത്ത് നടന്ന സകല വിപ്ലവങ്ങൾക്കും വിപരീത വാക്കുകൾ ഉണ്ടായിട്ടുണ്ട്, വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രക്തചൊരിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനറിയാലോ, ഇവിടെ PTA പ്രസിഡന്റ് ഷെരീഫ് ഖാനെ ഇവിടെ പരസ്യമായിട്ട് ആക്രമിക്കാൻ വരെ വെല്ലുവിളിച്ചവരുണ്ട്. എനിക്കറിയാം, കാരണം ഞാൻ ഒരു 10-15 ദിവസം ഇവിടെ വന്നിട്ടുള്ള കുറെ വ്യക്തികളെ എനിക്കറിയാം. അദ്ദേഹം ഇവിടെ നിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനെ പരസ്യമായിട്ട് ആക്രമിക്കാൻ വരെ ആളുകളുണ്ട്. ഫാറൂഖ് ഉസ്താദൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ, അങ്ങനെ പേടിക്കൊന്നും വേണ്ടില്ല. എന്നെ കാറുകൊണ്ട് ഇടിച്ചിട്ടതാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ലോകത്ത് ഏതൊക്കെ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ രക്തം വീണിട്ടുണ്ട്, അവിടെയൊക്കെ എതിർക്കാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ട്, വഞ്ചകരുണ്ടായിട്ടുണ്ട്. പക്ഷെ ലോകത്ത് എവിടെയൊക്കെ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ പിന്മാറാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് തന്നെ മാറുന്നത് നമ്മൾ വിചാരിക്കും നമ്മളുടെ മക്കള് ഉപയോഗിക്കുന്നില്ലല്ലോ. ആര് പറഞ്ഞു നിങ്ങളോട്? ആര് പറഞ്ഞു? അതിന് ചില കാരണങ്ങളുണ്ട്. ഇതിവിടെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ സംസാരിച്ചപ്പോൾ ജസ്റ്റ് സൂചിപ്പിച്ചു പോയി. എന്താ കാരണം എന്നറിയോ? ഞാനിപ്പോ പറഞ്ഞല്ലോ, നിങ്ങളുടെ വിലപ്പെട്ട സമയമാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇല്ല. ഒരു സ്കൂളിലെ PTA യോഗം വിളിച്ച്, ഞാൻ ഇവിടെ PTA യോഗത്തിന് വന്നിട്ടുണ്ട്. 4 ആണുങ്ങളുണ്ടായിരുന്നു, ബാക്കിയൊക്കെ ഉമ്മമാരാണ്. ബാക്കിയുള്ളവരൊക്കെ തിരക്കിലാണ്. ആരുടെ കാര്യം സംസാരിക്കാനാണ് വിളിക്കുന്നത്? ജീവിതത്തിൽ എന്തിനാ തിരക്കുന്നവരാണ്? നമ്മുടെ തിരക്കുന്നതിന് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ? നമുക്കൊരു ആത്മവിശ്വാസം നമ്മുടെ മക്കളത് ചെയ്യൂല, അതല്ലേ? എന്നാൽ നിങ്ങളോട് ഞാൻ നെഞ്ചത്തെ കൈവച്ചിട്ട് പറയുന്നു, എൻ്റെ മൂത്ത മകന് 12 വയസ്സാണ്. 12 വയസ്സുള്ള വളർന്നു വരുന്ന എൻ്റെ മകന്റെ ഭാവിയെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. കാരണം എന്തുകൊണ്ടെന്നറിയോ? ഈ സമൂഹത്തിന്റെ സ്പന്ദനം അറിഞ്ഞ് ജീവിക്കുന്ന യൂണിഫോം ഇട്ടൊരു ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് പറയുന്നത്. കാരണം എൻ്റെ മകന്റെ റോൾ മോഡൽ ഞാനൊന്നുമില്ല. ആര് പറഞ്ഞു? എൻ്റെ മകൻ സ്വീകരിക്കുന്നത് എന്നെയല്ല. ഞാൻ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നു. ഉമ്മമാര് കേട്ടോ, നിങ്ങൾ മക്കളെ അറിയാമെന്നാണ്. അപ്പൊ അവിടെ മക്കളെ അറിയാമെന്നാണ്, ഉമ്മമാരാണ് അധികം വന്നിട്ടുള്ളത്. ഉമ്മമാരോട് ഇങ്ങനെ ക്ലാസ് എടുത്തു. ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അവരോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയായിരിക്കുന്നു? നിങ്ങൾക്ക് എന്ത് ഉത്തരം പറയുന്നത്? നിങ്ങളുടെ മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയായിരിക്കും? അമ്മമാരിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളതിലെന്ത് സംശയം? അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞത് മനഃശാസ്ത്രമാണ്. നിങ്ങൾ ആരെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അയാളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. നമ്മൾ ആരെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക അയാളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക. എന്നിട്ട് ഞാനിങ്ങനെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അമ്മമാരൊക്കെ ഇങ്ങനെ കാഴ്ചക്കാരാക്കി നിർത്തിയിട്ട് കുട്ടികളെ വിളിച്ചിരുത്തി. അവര് ക്ലാസ് ഒന്നും കേട്ടിട്ടില്ല. എന്നാലും മക്കളോട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട്, ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? അപ്പൊ അമ്മമാരിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, ഇപ്പൊ പറയും ഞങ്ങളെയാണ്. നിങ്ങളുടെ മക്കളെ കുറിച്ച് തന്നെ പറയണത്, നിങ്ങളുടെ മക്കളെ കുറിച്ചാണ് പറയണത്, ഞങ്ങളെന്ന് പറയുന്നത്. അപ്പൊ ഒരു കുട്ടി ചോദിച്ചു, അമ്മയെ അല്ലേ എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ആവോ? കാരണം അതൊരു ഓപ്ഷനാണ്. ഒരു ഓപ്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു പ്രശ്നമുണ്ട്. രണ്ടിലെ ഏതിനും സംശയം വരുമ്പോൾ ഓപ്ഷൻ വരും. അമ്മയെ അല്ലേ എന്ന്. പുറകുന്നൊരു പെൺകുട്ടി പറഞ്ഞു, ബെസ്റ്റി. ആരാ ബെസ്റ്റി അറിയോ? മിക്കവാറും പെൺകുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയായിരിക്കും, ഒരു അടുത്ത സുഹൃത്താണ്. ആൺകുട്ടിയാണെങ്കിൽ ബെസ്റ്റ് പെൺകുട്ടിയായിരിക്കും. ആ ഉത്തരം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. പലരും ചിരിച്ചു, നിങ്ങളും ചിരിച്ച പോലെ. ബെസ്റ്റിയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി പറയാൻ. പക്ഷേ എൻ്റെ ചോദ്യങ്ങൾക്ക് ഇന്ന് വരെ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞത് ആ കുട്ടിയാണ്. കാരണം എന്താണെന്നറിയോ? ആ കുട്ടി എപ്പൊക്കെ സ്കൂളിലേക്ക് വരണമെന്ന് തീരുമാനിക്കുന്നത് അവളുടെ അടുത്ത സുഹൃത്താണ്. ഏത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കുന്ന അടുത്ത കൂട്ടുകാരിയാണ്. ഏത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ മക്കളുടെ ഹെയർ സ്റ്റൈൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണോ? നിങ്ങളുടെ മക്കളുടെ വേഷവിധാനങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണോ? നിങ്ങളുടെ മക്കളുടെ ജീവിത രീതി നിങ്ങൾ ആഗ്രഹിക്കുന്നതാണോ? അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതും പിന്തുടരുന്നതും അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതും നിങ്ങളല്ല. അത് സത്യം. പിന്നത് ആരാണ്? അല്ലാന്ന് പറഞ്ഞാൽ ആരാന്നുള്ളത്, അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് ആരാന്നുള്ളത്. ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ഓഫീസിൽ കൂടുതൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞെന്താ, ആദ്യമായിട്ട് MDMA ഉപയോഗിച്ചിരിക്കുന്നത്. MDMA ഉപയോഗിക്കുന്നത് എവിടെന്നാ കണ്ടത്? ഇപ്പൊ വിക്രമിന്റെ ആരാധകരാണ്. വിക്രമിന്റെ സിനിമയിൽ നിന്നാണ് കണ്ടത്. നമ്മളുടെ മക്കളെ സ്വാധീനിക്കുന്നത് നമ്മളൊന്നുമല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട. മക്കളെ സ്വാധീനിക്കുന്ന സമൂഹമുണ്ട്. ആ സമൂഹത്തെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി എപ്പോൾ നിങ്ങൾ മാറ്റിവെക്കുന്നോ അപ്പൊ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ പറയും. ഞാൻ ഇങ്ങോട്ട് വന്ന അങ്ങനെ ചെറുപ്പശ്ശേരി എത്തിയപ്പോൾ ഞാൻ ഫാറൂഖ് ഉസ്താദ് വിളിച്ചപ്പോൾ അവിടെ ഭയങ്കര DJ പരിപാടിയൊക്കെ ആയിട്ട് ആഘോഷങ്ങളാണ്. ഭയങ്കര ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഞാൻ അങ്ങനെ സംശയിച്ച് തിരിച്ചു പോയാലോ, നിങ്ങളുടെ എത്തൂലെന്ന്.
അതിവേഗത്തിൽ ഞാൻ ഓടിയെത്തിയത്. കാരണം എൻ്റെ സമയത്തിനും നിങ്ങളുടെ സമയത്തിനും വിലയുണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ നിർത്താനുള്ള സൂചനയാണ് ഇപ്പോൾ വന്നത്. അതുകൊണ്ട് ദീർഘിപ്പിക്കുകയല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട, നിങ്ങളുടെ മക്കൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നല്ല മാർക്ക് നേടുന്നുണ്ട്, മിടുക്കരായിട്ട് വളരുന്നുണ്ട്. പക്ഷെ അവർ പഠിക്കാതെ പോകുന്ന ഒരു അധ്യായം ഏതെന്നറിയോ? അവരുടെ ഉമ്മ ആരെന്നാണ്. അവരറിയാതെ പോകുന്ന ഒരു അധ്യായം ഏതെന്നറിയോ? അവരുടെ ഉപ്പ ആരാന്നാണ്. അതവർ പഠിക്കുന്നില്ല, അതവരറിയുന്നില്ല. നിങ്ങളുടെ അധ്വാനം അവരറിയുന്നില്ല, നിങ്ങളുടെ സ്നേഹം അവരറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളൊരു ഉപ്പയെയും ഉമ്മയെയും തിരിച്ചു കൊടുക്കുക എന്ന് എനിക്ക് പറയാം. അതെങ്ങനെ തിരിച്ചു കൊടുക്കല്? ഞാൻ കഴിഞ്ഞ വെക്കേഷൻ സമയത്തൊക്കെ, അതായത് ഡിസംബർ വെക്കേഷൻ സമയത്ത് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ NSSന്റെ കുട്ടികൾക്കുള്ള ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഈ ക്ലാസ്സിൽ ഇതുപോലെ ലഹരി വിരുദ്ധ ക്ലാസ് ഉണ്ടാകാറുണ്ട്. 10-50 കുട്ടികളുണ്ടാകും. അപ്പൊ അങ്ങനത്തെ പല സ്കൂളുകളിലും ഞാൻ ക്ലാസ്സിന് പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഞാൻ അവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു, 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എന്റെ പ്രോഗ്രാം. അപ്പൊ കുട്ടികൾ അവിടെ സ്റ്റേഡ് ക്യാമ്പാണ്, താമസിച്ച ക്യാമ്പിൽ പങ്കെടുക്കുന്നു. ഞാൻ കുട്ടികളോട് ചോദിക്കും, മക്കളെ ഈ 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ്സായത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മിസ്സായി നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന്? ഞാനൊരു ഉത്തരം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ എവിടെ നിന്നും എനിക്ക് ആ ഉത്തരം കിട്ടിയില്ല. എന്തായിരിക്കും ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം? നിങ്ങളത് പറയും. കുട്ടികൾ പലതും പറഞ്ഞു. അവർക്ക് മിസ്സായത് അവരുടെ കോളേജ് ഡേയ്സ് ആണെന്ന് പറഞ്ഞവരുണ്ട്, കളിക്കൽ കുട്ടികൾ. ആൺകുട്ടികളാണെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ടാണെന്ന് പറഞ്ഞവരുണ്ട്, കൂട്ടുകാരാണെന്ന് പറഞ്ഞു, നാട്ടിലെ കൂട്ടുകാർ, അങ്ങനെ പലതും പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞ, മക്കളെ നിങ്ങളുടെയൊക്കെ വീടുകൾ ചെന്നിട്ട് നിങ്ങളുടെ ഉപ്പയോടും ഉമ്മയോടും ഞാൻ ചോദിക്കുകയാണ്, ഈ 3 ദിവസം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ്സായത് എന്താണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരേ കിട്ടുള്ളൂ. ആരാണത്? നിങ്ങളാണെന്ന് പറഞ്ഞു, അല്ലേ? അപ്പൊ അവരിങ്ങനെ ആലോചിക്കുകയാണ്, ശരിയാണെന്ന്. അവരറിയുന്നില്ല, ഉപ്പ അറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു തലമുറ നമുക്ക് കൈവിട്ടു പോയി. അതിന് നമ്മളാണ് ഉത്തരവാദിക്കണം. കാരണം എന്തുകൊണ്ടെന്നറിയോ? അവർക്ക് അവരുടെ ഉപ്പയും ഉമ്മയും കൊടുക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. എങ്ങനെ സമയം കിട്ടിയത്? ഈ വേദിയിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അനുഭൂതി ഞാൻ ഫേസ്ബുക്കിൽ ഇടാൻ പോവാ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തൊരു കുട്ടിക്ക് ഇങ്ങനെ ഒരു സമ്മാനം കൊടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയത്. 1 വർഷം കൊണ്ട് 36,000-ഓളം കുടുംബങ്ങൾ ശിഥിലമാക്കി കളഞ്ഞു. തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ മകളെ നമുക്ക് അറിയാതെ പോയി കഴിഞ്ഞു. ചെർപ്പളശ്ശേരിയിലെ ഒരു പ്രവാസികളുടെ പരിപാടിക്ക് പങ്കെടുത്തിട്ട് ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു 52 വയസ്സുള്ള ഉപ്പ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് കരയാം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊരു പ്രവാസിയായിരുന്നു. ഒക്കെ പ്രവാസികളാണ്, റിട്ടയർഡ് ആയിട്ട് വന്ന ആളുകളൊക്കെ. അപ്പൊ എന്തിനാ കരയുന്നെന്ന് ചോദിച്ചു. ക്ലാസ് കഴിഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ച് കരയാം. അപ്പൊ ഞാനിങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ കരയുന്നത്? അപ്പൊ സാറേ, എന്റെ 19 വയസ്സുള്ള ഒരു മകള് ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു ആൺ സുഹൃത്തിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. 19 വയസ്സൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനിപ്പോ അവരെവിടെയെന്ന് ചോദിച്ചു. ഞാൻ അവരെ തിരിച്ചു വിളിച്ച് വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷെ അവന്റെ കൂടെ അവള് ജീവിക്കുന്നില്ല, ഇപ്പൊ അവള് പ്രയാസത്തിലാണ്. ഒക്കെ ഒരു ഭ്രമായിരുന്നു. അറേഞ്ചറായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു. ഇയാൾ കരയാണ് വീണ്ടും കൊണ്ട്. അപ്പൊ പ്രവാസിയായിരുന്നു. എത്ര വർഷം എന്നറിയോ? ഏതാണ്ട് 20 വർഷത്തിലധികം. അപ്പൊ ഞാൻ അയാളെങ്ങനെ ആശ്വസിപ്പിക്കുമ്പോൾ അയാൾക്ക് നിൽക്കുന്നില്ല. കരഞ്ഞുകൊണ്ട് അയാൾ പറയണം, സാറിനറിയോ, ഞാൻ ആദ്യമായിട്ട് പ്രവാസ ലോകത്തേക്ക് പോയത് എനിക്ക് എൻ്റെ പെൺകുഞ്ഞ് ജനിച്ചപ്പോഴാണ്. അവളെ പൊന്നിട്ട് മൂടണം, നല്ലൊരു കുടുംബത്തിലേക്ക് പറഞ്ഞയക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഞാൻ ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോയി. ഒരിക്കലും ജീവിതത്തിൽ ആഗ്രഹിച്ചതല്ല. പക്ഷേ എൻ്റെ 19 വർഷത്തെ ജീവിതം എൻ്റെ മകള് കണ്ടില്ല. 2-3 മാസം എന്ത് ചെയ്തു? അവൾക്ക് വാട്സപ്പിൽ 4 ഹായ് വിട്ടു, 4 ഹോയ് വിട്ടു, അവൾ പോയി. അപ്പൊ എന്നിട്ട് അവരെവിടെയെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ അറേഞ്ചറായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു, അവരിപ്പോ ജീവിക്കുന്നുണ്ട്, പക്ഷെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ കരയാണ്. അപ്പൊ ഞാൻ എന്ത് പറയുന്നു? ഞാനയാൾ ആശ്വസിപ്പിച്ചു. അവൾ ഇഷ്ടപ്പെട്ട ജീവിതം അവൾ തിരഞ്ഞെടുത്തതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറയണം, സാറേ ഞാൻ ഒരിക്കലും എൻ്റെ മകളുടെ മുമ്പിൽ കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും എൻ്റെ മകളുടെ മുമ്പിൽ ഞാൻ കരഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ അധ്വാനിക്കുന്നു, നമ്മുടെ ജീവിതം നമ്മുടെ മക്കൾ പഠിക്കട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ അവരറിയട്ടെ. ഈ രാത്രിയിൽ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ നിമിഷം ഇവിടെ വരുമ്പോൾ മിസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? രാത്രി കടന്നുറങ്ങുമ്പോൾ എൻ്റെ 2 മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ഉറങ്ങാറ്. ആത്മാർത്ഥമായിട്ട് പറയുന്ന ആ മൊമെന്റാണ്. ഞാൻ ചില സമയത്ത് രാത്രി 9:30 മണിക്ക് വീട്ടിലേക്ക് ചെന്നിട്ട് 1 മണിക്കൂർ അവരുടെ കൂടെ കിടക്കും. അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ പോകും. കാരണം നമ്മുടെ മക്കൾ നമ്മുടെ ചൂടറിഞ്ഞിട്ട് വളരട്ടെ, ഉപ്പയെ അറിഞ്ഞിട്ട് വളരട്ടെ, ഉമ്മയെ അറിഞ്ഞിട്ട് വളരട്ടെ. അപ്പൊ അതുകൊണ്ട് പല കാര്യങ്ങളും പല ക്ലാസ്സുകളിലും പറഞ്ഞതാണ്. സമയത്തിന്റെ പരിമിതിയോട് ഞാൻ നിർത്തുന്നു. എന്തായാലും ഈ ഒരു പരിപാടിക്ക് മുന്നിട്ടിറങ്ങിയ ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാർക്ക്, വിവിധ വിഭാഗത്തിൽപ്പെട്ടവർക്ക്
എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളിലും എത്താൻ കഴിയുന്നിടത്തൊക്കെ ഞാൻ എത്തും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വിളിക്കാം. ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്. ഈ ഭാഗത്തൊക്കെ പല ഉമ്മമാരും വിളിക്കാറുണ്ട്, പല സഹായങ്ങളും ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും അവർക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു എൻ്റെ ഒരു അഭിമാനത്തോടെ കൂടെ പറയുന്നു, കഴിഞ്ഞ 8 വർഷമാണ് ഞാൻ എക്സൈസിൽ വർക്ക് ചെയ്തത്. ഈ 8 വർഷത്തിനിടയിൽ 200-ലധികം കുട്ടികളെ മയക്കുമരുന്നുകളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.